എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ജോലിയിൽ ഭയങ്കര ഒരു അഭിവൃദ്ധി ഉള്ള ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു അടുത്ത പ്രൊമോഷൻ പോസ്റ്റ്. ആ പോസ്റ്റിന് വേണ്ടി കാലങ്ങളായിട്ട് അതിനു വേണ്ടിയുള്ള അധ്വാനത്തിനും ശ്രമത്തിനാണ് ആ പോസ്റ്റിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പണിയെടുത്ത് നടക്കുകയാണ്. അപ്പോ ആ പോസ്റ്റ് അദ്ദേഹത്തിന് ആ കറക്റ്റ് സമയത്ത് അത് കിട്ടിയില്ല. കാരണം അദ്ദേഹം ഒരു 10 വർഷമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹമാണ്. കാരണം മൂപ്പര് പ്രൊമോഷൻ ആകും, ആ പോസ്റ്റിലെത്തുമെന്ന് വിചാരിച്ച് മൂപ്പര് 10 കൊല്ലമായി മെനക്കെട്ട് കൊടുക്കുകയാണ്. പക്ഷെ ആ പോസ്റ്റ് കിട്ടിയില്ല. ഭയങ്കര നിരാശ ഉണ്ടായി അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ആ നിരാശയെ അതിജയിച്ചത് എങ്ങനെയാണ് വിചാരിച്ചു, ഇപ്പൊ ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ച് പടച്ചോനോട് ചോദിച്ചിട്ട് എനിക്കത് പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതെനിക്ക് ഷർറാണ്. എനിക്ക് എന്തെങ്കിലും ഒരു നന്മ അതിലുണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്കത് തരുമായിരുന്നു. അപ്പൊ എനിക്ക് തരാത്തത് എന്തുകൊണ്ടാണ്? അത് ഷർറാണ്. ഒരു മാസം കഴിഞ്ഞിട്ടില്ല, ഒരു മാസം, അതായത് അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു പോസ്റ്റിലേക്ക് വേറെ ഒരാളാണ് വന്നത്. ശരിക്കും അദ്ദേഹമാണ് എനിക്ക് വരേണ്ടത്, പക്ഷെ കിട്ടിയില്ല ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ആ പോസ്റ്റ് ആ കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത വന്നപ്പം ആ കമ്പനി ആ പോസ്റ്റിലുള്ള ആളെയാണ് ഒഴിവാക്കി. ആ പോസ്റ്റ് തന്നെ ഇപ്പൊ അവിടെ അല്ല, അങ്ങനെ ഒരു പോസ്റ്റും ഇല്ല, അതിലുള്ള ആളെ പിരിച്ചുവിട്ടും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് മൂപ്പരാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ മൂപ്പർക്ക് ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പൊ പടച്ചോൻ കാത്തതാണ്. അപ്പൊ ചില കാര്യങ്ങൾ ഹൈറാണ് എന്ന് നമുക്കത് സംഭവിക്കുമ്പോൾ മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടാ മനസ്സിലാകില്ല. ഒരു ബസ്സിന് കൈയാട്ടി, ബസ് നിർത്തിയില്ല, ഭയങ്കര സ്പീഡിലാണ് പോയി. നമ്മളെന്താ പറയാ, എന്തൊക്കെയാണ് കുറ്റം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വിവരം കിട്ടി ആ ബസ് അവിടെ ആക്സിഡന്റ് ആയി, മുന്നിലുള്ള 6 ആൾക്കാർ മരിച്ചിരുന്നു. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക, പടച്ചോന്നെ കാത്തതാട്ടോ, പടച്ചോന്നെ കാത്തത്. ആ ബസ് നിർത്തിയിട്ട് ഞാനപ്പോ മരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നേരെ കയറികാണ്ട് മുന്നത്തെ കമ്പ്യൂട്ടർ ഡ്രൈവർ എടുത്തിരിക്കുന്ന ആളാണ്, നമ്മളിപ്പോ മരിച്ചിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം അള്ളാഹു തരാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, അത് നമുക്ക് ഷർറാണ്. അത് നിന്റെ റബ്ബിനിക്ക് തരാഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു വാപ്പ ഒരു മകന് കുറച്ച് കൊടുത്തില്ല, ഒരു സാമ്പത്തികമായിട്ട് ഒരു സാധനം കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുത്തില്ലായിരിക്കാം. അത് എന്തുകൊണ്ടായിരിക്കും? അത് അവന് കൊടുത്താ അവന് ബുദ്ധിമുട്ടാണ്, അത് അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന്, അതൊരു ഷർറാണോ എന്ന് ആത്യന്തികമായി അറിയുന്നത് കൊണ്ടാണ്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവല്ലോ, ചില പിതാക്കന്മാർ അങ്ങനെ ചെയ്യും, എന്ത് ആൾക്കാർക്ക് അനുസരിച്ച് കൊടുക്കുള്ളൂ. അപ്പൊ അതേപോലെ നമ്മളെ പറ്റി അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മൾ ചോദിച്ചിട്ട് പലതും നമുക്ക് തരാതിരുന്നിട്ടുണ്ട് അല്ലെ? ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹു നമുക്ക് തരാതിരുന്നിട്ടുണ്ട്, ചില അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നിഷേധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് എനിക്ക് നന്മയാണ്, അതെനിക്ക് ഖൈറാണ്. കാരണം നമ്മുടെ ഏട് കിട്ടുമ്പോൾ, നമ്മുടെ ഏട് കയ്യിൽ കിട്ടുമ്പോഴാണ് ഒരു കാര്യം നന്മയായിരുന്നോ തിന്മയായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാകാം. നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ച് എരന്ന് വാങ്ങിയ ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ തിന്മയായി മാറിയിട്ടുണ്ടാകാം. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെ റബ്ബ് എന്താണ് നമുക്ക് ഉദ്ദേശിച്ചത്, അത് ഖൈറാണ് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല ഒരു വിചാരം പടച്ചോനെ പറ്റി നമുക്ക് ഉണ്ടാകണം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ഖൈറാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് തിന്മയാണ്.